നമസ്കാരം, ഇടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഓഹരി വിപണി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ 2026 മാർച്ചിലെ കണക്കുകൾ നോക്കിയാൽ നിഫ്റ്റി കഴിഞ്ഞ 10 മാസത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിക്ഷേപകരുടെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വിപണിയിൽ നിന്ന് ഒലിച്ചുപോയത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകുമോ, അതോ ഇതൊരു വാങ്ങാനുള്ള അവസരമാണോ? നമുക്കിതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട 9 കാരണങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തെയും ഏറ്റവും വലിയ പേടി സ്വപ്നവും വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധം തന്നെയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള തർക്കം ഇപ്പോൾ കേവലം ഒരു അതിർത്തി തർക്കമല്ല, അതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇത് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ യുദ്ധം മൂലം ലോകത്തെ പ്രധാനപ്പെട്ട വ്യാപാര പാതകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് വിതരണ ശൃംഖലയെ ബാധിക്കുന്നത് വഴി എല്ലാ സാധനങ്ങളുടെയും വില കൂടാൻ കാരണമാകും. രണ്ടാമത്തെ കാര്യം ക്രൂഡ് ഓയിൽ വിലയിലെ കുതിച്ചുചാട്ടമാണ്. യുദ്ധം മുറുകിയതോടെ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $103 മുകളിലെത്തി. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ 80% പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. എണ്ണവില കൂടുമ്പോൾ നമ്മുടെ രാജ്യത്തെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കും. ഇത് രൂപയുടെ മൂല്യം ഇടിയാനും പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ നിയന്ത്രണാതീതമാകാനും കാരണമാകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പെയിന്റ്, ടയർ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലയിലുള്ള കമ്പനികളുടെ ലാഭത്തെ ഇത് നേരിട്ട് ബാധിക്കും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലാണ്. ഈ മാസത്തിൽ 2026 മാർച്ച് പകുതി പോലും ആകുന്നതിന് മുൻപ് തന്നെ 52,704 കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വിറ്റൊഴിഞ്ഞത്. ഇതിന് പ്രധാന കാരണം US ബോണ്ട് ഈൽഡ് വർദ്ധിക്കുന്നതാണ്. അമേരിക്കൻ കടപ്പത്രങ്ങളിൽ നിന്ന് കൂടുതൽ ലാഭം കിട്ടുമ്പോൾ അവർ ഇന്ത്യയെ പോലെയുള്ള വളർന്നു വരുന്ന വിപണികളിൽ നിന്ന് പണം പിൻവലിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റും. നാലാമത്തെ പോയിന്റ് US ഫെഡറൽ റിസർവിന്റെ കടുത്ത നിലപാടുകളാണ്. അമേരിക്കയിൽ പണപ്പെരുപ്പം ഇപ്പോഴും അവരുടെ ലക്ഷ്യമായ 2% മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് കുറയ്ക്കാൻ അവർ ഇനിയും തയ്യാറായിട്ടില്ല. പലിശ നിരക്ക് ഉയർന്ന നിലയിൽ തുടരുന്നത് കമ്പനികളുടെ കടമെടുക്കൽ ചിലവ് വർദ്ധിപ്പിക്കുകയും ഇത് ലാഭക്ഷമതയെ ബാധിക്കുകയും ചെയ്യും. ഈ ആഴ്ച നടക്കാൻ പോകുന്ന ഫെഡ് മീറ്റിംഗ് വിപണിക്ക് വളരെ നിർണായകമാണ്. അഞ്ചാമതായി വരുന്നത് ഇന്ത്യൻ കമ്പനികളുടെ ഈ സാമ്പത്തിക വർഷത്തെ 3ാം പാദഫലങ്ങളാണ്. പല പ്രമുഖ കമ്പനികളും പ്രതീക്ഷിച്ചത്ര ലാഭം ഇത്തവണ ഉണ്ടാക്കിയിട്ടില്ല. ഉപഭോഗം കുറയുന്നതും നിർമ്മാണ ചെലവ് കൂടുന്നതും കമ്പനികളുടെ ബാലൻസ് ഷീറ്റിൽ പ്രതിഫലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് FMCG മേഖലയിൽ വിൽപ്പനയിൽ ഇടിവ് രേഖപ്പെടുന്നത് നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നു. ആറാമത്തെ കാരണം രൂപയുടെ മൂല്യത്തകർച്ചയാണ്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ അതിന്റെ എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലേക്ക് നീങ്ങുകയാണ്. ഇറക്കുമതി ചെലവ് കൂടുന്നതും വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നതും രൂപയെ തളർത്തുന്നുണ്ട്. ഇത് നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിലും സമ്മർദ്ദം ചെലുത്തുന്നു. ഏഴാമത്തെ പോയിന്റ് ചൈനീസ് വിപണിയുടെ തിരിച്ചുവരവാണ്. ചൈനീസ് സർക്കാർ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ പുതിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചതോടെ പല വിദേശ നിക്ഷേപകരും ഇന്ത്യയിൽ നിന്ന് പണം മാറ്റി ചൈനയിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിലെ വാല്യുവേഷൻ ഇപ്പോഴും കൂടുതലാണെന്ന് പലരും കരുതുന്നതും ഇതിന് ഒരു പ്രധാന കാരണമാണ്. എട്ടാമതായി സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചാൽ നിഫ്റ്റി 23,800 എന്ന വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ നിഫ്റ്റി 23,100നും 23,300നും ഇടയിലുള്ള ഒരു നോ മാൻ ലാൻഡ് അവസ്ഥയിലാണ്. ഇവിടുന്ന് താഴേക്ക് പോയാൽ 22,800 വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് ചാർട്ടുകൾ സൂചിപ്പിക്കുന്നു. 24,000 എന്ന കടമ്പ കടന്നാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഒൻപതാമത്തെ കാരണം ചെറുകിട നിക്ഷേപകർക്കിടയിലെ പരിഭ്രാന്തിയാണ്. മാർക്കറ്റ് ഇടിയുന്നത് കാണുമ്പോൾ പലരും നഷ്ടം ഭയന്ന് ഓഹരികൾ വിറ്റൊഴിയുന്നു. ഇത് വിപണിയിലെ തകർച്ചയുടെ ആക്കം കൂട്ടുന്നു. ഇങ്ങനെയുള്ള സമയത്ത് സാധാരണക്കാരായ നിക്ഷേപകർ എന്ത് ചെയ്യണം? എല്ലാ ഓഹരികളും വിറ്റുമാറി നിൽക്കണം? ഒരിക്കലുമല്ല. ചരിത്രം പരിശോധിച്ചാൽ വിപണിയിലെ ഇത്തരം വലിയ താഴ്ചകളാണ് പിൽക്കാലത്ത് വലിയ ലാഭം നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ സമയത്ത് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് പുനഃപരിശോധിക്കുക. കടബാധ്യത കുറവുള്ള നല്ല ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും. ഇപ്പോൾ വലിയ തുക ഒറ്റയടിക്ക് നിക്ഷേപിക്കുന്നത് അല്പം റിസ്ക് ആണ്. പകരം SIP രീതിയിൽ നിക്ഷേപം തുടരുന്നത് ഗുണകരമാകും. അതുപോലെ തന്നെ ഡിഫൻസീവ് സെക്ടറുകളായ ഫാർമ, IT എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ മേഖലകളിൽ ഇത്തരം ആഗോള അസ്ഥിരതകളിൽ ഒരു പരിധിവരെ സുരക്ഷിതമായിരിക്കും. വിപണിയിലെ ഈ താഴ്ച ഒരു പ്രതിസന്ധിയാണോ അതോ അവസരമാണോ എന്നത് നിങ്ങൾ എത്ര കാലത്തേക്ക് നിക്ഷേപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ദീർഘകാല നിക്ഷേപകർക്ക് ഇത് നല്ല ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള സമയമാണ്. എന്നാൽ ഷോർട്ട് ടൈം ട്രേഡർമാർ വലിയ ജാഗ്രത പാലിക്കണം. ഓരോ ദിവസത്തെയും വാർത്തകൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കണം. നിങ്ങളുടെ നിക്ഷേപങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകിച്ച് പെയിന്റ്, ടയർ, ഏവിയേഷൻ തുടങ്ങിയ മേഖലകൾ ക്രൂഡ് ഓയിൽ വിലയുമായി നേരിട്ട് ബന്ധമുള്ളതുകൊണ്ട് അവിടെ കൂടുതൽ ജാഗ്രത വേണം. വിപണിയിലെ അസ്ഥിരത കണ്ട് പരിഭ്രാന്തരാകാതെ ക്ഷമയോടെ കാത്തിരിക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വന്തമായി പഠിക്കുകയോ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുകയോ ചെയ്യുക. നന്ദി.